സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. വിശുദ്ധ ബൈബിളിലെ 40-ാം പുസ്തകം, അതായത് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാം തിരുവചനം. സൗമ്യത അതൊരു ബലഹീനതയല്ല, ശക്തിയെ ആത്മാവിനാൽ നിയന്ത്രിക്കുന്നതായ ഒരു രീതിയാണ്. നമ്മളിലെ ശക്തിയെ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കുന്നതായ ഒരു രീതി. സൗമ്യത എന്നാൽ ദയ, കരുണ, അതുപോലെ ദീർഘക്ഷമ, ശാന്തത, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ്. വിശുദ്ധ ബൈബിളിൽ കാണുന്നു, കർത്താവായ യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-29 വചനങ്ങളിൽ പറയുകയാണ്, ഈ സൗമ്യതയുടെ ഉറവിടം ഞാനാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ഉണ്ടാകുമെന്നാണ്. അതെ, മനുഷ്യന് യഥാർത്ഥ ആശ്വാസവും സമാധാനവും കൈവരിക്കാൻ കഴിയണമെങ്കിൽ സൗമ്യതയുടെയും ശാന്തതയുടെയും നിറഞ്ഞ സ്നേഹത്തിൻ്റെയും ദീർഘക്ഷമയുടെയും കരുണയുടെയും ദയയുടെയൊക്കെ ഉറവിടമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോഴാണ് യഥാർത്ഥ ആശ്വാസം പ്രാപിക്കാൻ കഴിയുന്നത്. ഞാൻ എൻ്റെ തിരിച്ചറിവായ കാലം മുതൽ 19 വയസ്സ് വരെയും ആശ്വാസമില്ലാതെ ആയിരുന്നു. അതിൻ്റെ അനുഭവത്തിൽ ഞാൻ എഴുതിയ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: പാപഭാരത്താൽ വലഞ്ഞ് എന്നെ രക്ഷിപ്പാൻ എൻ്റെ സാദൃശ്യത്തിൽ അവിടുന്ന് ഭൂമിയിൽ വന്നു. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന കാര്യങ്ങൾ പൂർണ്ണമായി അവിടുന്ന് എനിക്ക് മാതൃക കാട്ടി. ഇപ്പോൾ സമാധാനമില്ലാതെ, ലക്ഷ്യമില്ലാതെ അലഞ്ഞ ഒരു തോണി പോലെയായിരുന്നു. ഈ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നപ്പോഴാണ് യഥാർത്ഥ ആശ്വാസം. അപ്പോൾ ആ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഈ സൗമ്യത. ആകയാൽ നമുക്ക് ഓരോരുത്തർക്കും സൗമ്യതയുള്ളവരായി ലോകത്ത് പ്രാപിക്കാൻ കഴിയുന്ന നന്മകൾ പ്രാപിക്കാൻ കഴിയട്ടെ. ആമേൻ.